അപ്പൊ ഇതൊന്ന് ഫുള്ളിക്ക് സ്വന്തത്തിന് തരിക. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം നൽകുക എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു ടിൻ അരവണ ചോദിച്ചതിന് അടുത്ത മണ്ഡലകാലം വരെയുള്ള അരവണ ദേ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് തന്നെയാലും ഈ ഒരു ടിൻ അരവണമായി തന്ന ജീപ്പ് ഞാൻ ചെയ്തുതരാന്ന് പലരോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാൾ പോലും ₹1 വാങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് സ്വന്തം ചെലവിൽ അരവണ വാങ്ങിയത് പോട്ടെ, അത് സ്വന്തം ചെലവിൽ 100, 150 ഒക്കെ കൊടുത്തുകൊണ്ട് കൊറിയറും കൂടി അയച്ചിരിക്കുന്നു. ചില ആളുകൾ നേരിട്ട് വീട്ടിൽ വന്നും എന്റെ സ്ഥാപനത്തിൽ വന്നിട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം അവരൊക്കെ പറഞ്ഞൊരു വാക്യതേ ഉള്ളൂ, അന്ന് ആ കുട്ടി കഴിക്കുന്നത്, നിങ്ങളുടെ മകൻ കഴിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി, ആ കുട്ടിക്ക് തികഞ്ഞില്ലെന്ന് തോന്നുന്നു, ആ കുട്ടി വേണ്ടത്ര കഴിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഓരോരുത്തരും തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ കാണാത്ത മറ്റു പല പ്രസാദങ്ങളും കണ്ടിട്ടുണ്ട്. അത് മറ്റു പല എന്താണ് നമ്മളെ പഴനിയിലെ ക്ഷേത്രത്തിലൊരു സാധനം കിട്ടിയിട്ടുണ്ട്, പിന്നെ വേറൊരു ക്ഷേത്രത്തിലത്, പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളും ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഇത്രയും സപ്പോർട്ട് തന്നതിന്. അപ്പോൾ എന്തായാലും ഇപ്പോഴും ഇതൊന്നും അല്ല കേട്ടോ, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പുറത്ത് വേറെയുണ്ട് ഒരുപാട് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതലായി ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും നല്ലത് വരട്ടെ.